വിനോദയാത്രക്കിടെ ചിക്കമംഗലൂരുവിൽ കാണാതായ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. മൃതദേഹം പുറത്തേക്ക് എത്തിക്കുക, പോസ്റ്റ്മോർട്ടം നടത്തുക, പാലക്കാടേക്ക് കൊണ്ടുവരിക തുടങ്ങിയ നടപടിക്രമങ്ങളിലേക്ക് അധികൃതർ ശ്രമിക്കുകയാണ്. ഇന്ന് തെർമൽ സ്കാൻ അടക്കമുള്ള പരിശോധനയിലാണ്. അതാ നോക്കൂ, 1500 അടി താഴ്ചയിലുള്ള ചെങ്കുത്തായ ഒരു ഇടമാണ് അത്. വ്യൂ പോയിന്റാണ്. അതിന് താഴെയുള്ള വെള്ളച്ചാട്ടവുമാണ് ആ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. നിരവധി ആളുകൾ ദിനേന എന്നതുപോലെ അവിടെ വിനോദസഞ്ചാരത്തിനായി എത്തുന്ന ഇടമാണ്. കാണാതാകുന്നതിന് 5 മിനിറ്റ് മുൻപ് മാത്രം ശ്രീനന്ദയുടെ ചിത്രം പകർത്തുന്ന സമയത്തൊക്കെ കുടുംബം ഒപ്പമുണ്ടായിരുന്നു. 4-5 മിനിറ്റിനുള്ളിലാണ് ഈ പെൺകുട്ടി പെട്ടെന്ന് കാണാതെ പോകുന്നത്. അതിനിടയിലാണ് പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടന്നത്. ഇന്ന് അവിടെ ടാസ്ക് ഫോഴ്സ് അടക്കം വിപുലമായ പരിശോധനകൾ നടത്തി. പക്ഷേ മൃതദേഹമാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ശ്രീനന്ദയുടെ കടമ്പഴിപ്പുറത്തെ വീട്ടിൽ നിന്നായി ഇക്ബാൽ അറക്കൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇക്ബാൽ, കഴിഞ്ഞ 4 ദിവസവും ആശങ്കകളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ജീവനോടെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കുട്ടിയുടെ കുടുംബമടക്കം നാട്ടുകാരൊക്കെ അടക്കം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അത് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്തെ ശ്രീനന്ദയുടെ വീട്ടിലാണ്. ഈ വീട്ടിലേക്ക് ശ്രീനന്ദ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു കുടുംബവും നാട്ടുകാരും എല്ലാം ഉണ്ടായിരുന്നു. ഈ 4 ദിവസം ശ്രീനന്ദയെ കണ്ടെത്താനുള്ള ഒരു പ്രാർത്ഥനയിലായിരുന്നു ഈ നാട് മുഴുവൻ ഉണ്ടായിരുന്നത്. ഏതായാലും ആ പ്രാർത്ഥനകൾ വിഫലമായിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീനന്ദയുടെ വലിയച്ഛനാണ്. ശ്രീനന്ദയ്ക്കൊപ്പം വിനോദയാത്രാ സംഘത്തിൽ ആ മേഖലയിലേക്ക് പരിശോധന നടത്തിയതാണ്. ആദ്യം നടത്തിയതാണ്. ആദ്യം 2-3 അവിടെ പരിശോധന നടത്തിയതാണ്. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന മേഖലയിൽ ഞങ്ങൾ നേരിട്ട് ഇറങ്ങി പരിശോധിച്ചതാണ്. പക്ഷേ 1500 അടിയൊന്നുമില്ല. ഞങ്ങളൊരു എങ്ങനെയാണെങ്കിലും ഒരു 50 മീറ്റർ ആകുമ്പോൾ ഒരു 300-400 അടിയൊക്കെ ഞങ്ങൾ ഇറങ്ങി കാണും. അവരൊക്കെ ഞങ്ങൾ ഇറങ്ങി പരിശോധിച്ചിട്ടുള്ളതാണ് അവിടെ. ഈ വീണു എന്ന് പറയപ്പെടുന്ന മേഖലയിൽ അപ്പോൾ ഈ സുരക്ഷാ വേലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, ശരിക്കും നമുക്ക് മിസ്സായത് ആ ലൊക്കേഷനിലല്ല. ഈ കുട്ടി നമുക്ക് ലാസ്റ്റ് മിസ്സായത് ആ ലൊക്കേഷനിൽ വെച്ചല്ല. അതിൻ്റെ ഒരു 150 മീറ്റർ ഇപ്പുറത്ത് ഉള്ള വേറൊരു മലയുടെ ചെരിയിൽ വെച്ചാണ് നമ്മൾ കുട്ടിയെ ലാസ്റ്റ് കാണാതായത്. പിന്നെ അവിടെ നിന്ന് ഡോഗ് സ്ക്വാഡ് വന്നപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ പറയുന്ന ലൊക്കേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കയറിയിട്ട് അവിടെ ഒരു കടയുടെ അടുത്ത് വരെ ഈ ഡോഗ് വന്നിട്ടുണ്ട് മണം പിടിച്ച്. പിന്നെ അത് തിരിച്ചു പോയത്. അപ്പോൾ ഞങ്ങളുടെ ഊഹം ചെയ്യണം. കാരണം അവൾ ഈ സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഈ സൈഡിലുണ്ടായിരുന്നു. ഞാനില്ലായിരുന്നു, ബാക്കി നമ്മുടെ ടീമിലെല്ലാവരും ഈ സൈഡിലുണ്ട്. അപ്പോൾ ഇവരെ കവർ ചെയ്ത് മാത്രമേ ഇവൾക്ക് ആ ലൊക്കേഷനിലേക്ക് പോകാൻ പറ്റൂ. അല്ല ശശിയേട്ടാ, അപ്പോൾ അവിടെ വെച്ച് അപകടം സംഭവിച്ചു എന്നാണ് കരുതുന്നത്? ആ കടയുടെ ഭാഗത്ത് കടയുടെ ഭാഗത്ത് വെച്ച് ആരും അപായപ്പെടുത്തിയിട്ടുണ്ട്. അപകടമല്ല, അപായപ്പെടുത്തിയെന്നാണ്. അങ്ങനെ തോന്നാൻ കാരണം ഇത് തന്നെ, കുട്ടി അവിടെയാണ് പോയി. ലാസ്റ്റ് കുട്ടി പോയത് അവിടെയാണ്. ജീപ്പ് വണ്ടിയെന്ന് പിന്നീട് തിരിച്ച് കയറുന്ന സമയത്ത് ഈ കടയുടെ ഭാഗത്തേക്ക് അതെ. അങ്ങനെ ഡോഗ് സ്ക്വാഡ് വന്നപ്പോഴും അത് നേരെ ഈ കടയുടെ ഭാഗത്ത് വന്ന് അവിടെ നിന്നു. പിന്നെ അവിടെ നിന്ന് പോയില്ല മുന്നോട്ട്, തിരിച്ചു പോയത്. ആ കടയിലപ്പോൾ ആളുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ പോകുന്ന സമയത്തൊക്കെ? ആ കടയിൽ മിക്കവാറും ആൾക്കാരുണ്ടാവാറുണ്ട്. അത് എന്തോ സംഭവിച്ചു? എന്തൊക്കെ മരുന്നുകൾ ഇതൊക്കെ അങ്ങനെ എന്തോ ഒരു കടയാണെന്നോ, എന്ത് മരുന്ന്? ഈ അങ്ങാടി മരുന്ന് അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തൊക്കെ ആ കടയാണെന്ന് എൻ്റെ ഓർമ്മ. അത് ജ്യൂസ് കടയാണോ? അല്ല, അതൊരു മരുന്ന് കടയാണെന്ന് തോന്നുന്നു. കടയുടെ ഭാഗത്ത് വെച്ച് എന്തോ സംഭവിച്ചു എന്നോ? അതെ. നിങ്ങൾ അത് ആദ്യം തന്നെ ആവശ്യപ്പെട്ടിരുന്നു അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട്? ഞങ്ങൾ ആദ്യമേ ചോദിച്ചു, നിങ്ങൾ ലോക്കലൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം, എന്തെന്ന് അന്വേഷിക്കണം എന്ന് പറയും. അവരങ്ങനെയൊന്നും ചെയ്യില്ല. അത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, അവരുടെ ബിസിനസ്സിനെ ബാധിക്കും. പിന്നെ അവിടെ ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്, മിസ്സിങ് ഇതുവരെ സംഭവിച്ചിട്ടില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞു. ചേട്ടാ, ആ ഭാഗത്ത് വെച്ച് അപകടം ഇടാനുള്ള സാധ്യതയുണ്ട്? ഇപ്പോൾ കണ്ടെത്തിയ ഭാഗത്ത് സാധ്യത കുറവാണ്. കാരണം അവിടെ അങ്ങനെ പെട്ടെന്നുള്ളൊരു ചെരുവല്ല, ചെറിയ ചെരുവാണ്. പെട്ടെന്ന് ഇങ്ങനെ തെന്നിയാൽ വീഴുന്ന സ്ഥലമല്ല. അല്ല, നമ്മൾ മനഃപൂർവ്വം ഇറങ്ങിപ്പോണം. ഇറങ്ങിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചല്ലേ ഇറങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ സാധ്യത. കാരണം ഞാനവിടെ ഇറങ്ങിയിട്ടുണ്ട് ആ ഭാഗത്ത്. പിന്നെ ആ ഭാഗത്ത് കുറേ ഇറങ്ങിപ്പോയാൽ മാത്രമേ കുറച്ച് പ്രശ്നമുള്ളൂ. 5:26 കഴിഞ്ഞ് തിരിച്ച് കയറി വരുന്നതിനിടയിലാണ് ആ കടയുടെ ഭാഗത്തേക്ക് പോയിട്ടുള്ളത് ശ്രീനന്ദ. അത് ഈ സൈഡല്ല, ഈ ലൊക്കേഷനിലല്ല, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്. അവിടേക്ക് ഒരു 200 മീറ്ററെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ട്. 200 മീറ്റർ വരണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനെ കവർ ചെയ്ത് വരാൻ. അപ്പോൾ ഞങ്ങളുടെ ആൾക്കാരെല്ലാവരും അവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ സൈഡ് കണ്ടെന്ന് പറഞ്ഞാൽ അത് ആരും അപായപ്പെടുത്തിയിരിക്കുകയാണ്. ഒരാളും കാണാതെ ഒരിക്കലും ആ 200 മീറ്റർക്ക് അപ്പുറത്തേക്ക് എത്തില്ല. ദുരൂഹതയുണ്ടെന്നാണ് നിങ്ങൾ? അവിടെയുള്ള ആളുകളുമായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ മറ്റു നടപടികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അറിയിച്ചത്? അപ്പോൾ ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, റേഞ്ച് കിട്ടുന്നില്ല. ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല.
നിങ്ങൾ ഈ മേഖല ഇപ്പോൾ മൃതദേഹം കണ്ടെത്തി എന്ന് പറയുന്നതിൻ്റെ സമീപത്ത് എത്ര താഴ്ചയിലേക്ക് നിങ്ങൾ ഏകദേശം ഇറങ്ങി പരിശോധിച്ചിട്ട് ഈ 1500 അടി താഴ്ചയിലേക്കൊന്നും പോകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല? ഇല്ല അത്രയൊന്നും പോയില്ല. എന്നാലും ഞങ്ങളൊരു 300-500 അടിയൊക്കെ താഴ്ചയ്ക്ക് പോയിട്ടുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ ആവശ്യപ്പെടുന്നു ഇത്രയും താഴ്ചയിലേക്ക് പരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇല്ല കാരണം ഈ സൈഡിൽ വെച്ചല്ലല്ലോ മിസ്സായത്. നമുക്ക് ലാസ്റ്റ് കൊച്ചിനെ കാണാതായത് ഈ ലൊക്കേഷനിലല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ആവശ്യപ്പെട്ടില്ല. പക്ഷേ ഇവിടെ ഡ്രോൺ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലാതെ തന്നെ ഇവിടെ നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കണ്ടെത്തിയിരുന്നില്ല ഡ്രോൺ വെച്ച് പരിശോധിച്ചപ്പോൾ? ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു സംശയം. നിലവിൽ അവിടെ ഇപ്പോൾ ആരൊക്കെ ഉള്ളത്? ഇപ്പോൾ നിലവിൽ അവിടെ കുട്ടിയുടെ അച്ഛൻ, അമ്മ, പിന്നെ അമ്മയുടെ അച്ഛനും അമ്മയുണ്ട്, കുട്ടിയുടെ അമ്മയുടെ സഹോദരിയുണ്ട്, പിന്നെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ? അതെ. ഇതാണ് മാധു, ശ്രീനന്ദയുടെ അച്ഛൻ്റെ സഹോദരനാണ് നമ്മളോട് പ്രതികരിച്ചത്. ശശികുമാർ ഉൾപ്പെടെ ആ സംഘത്തിലുണ്ടായിരുന്നവരെല്ലാം കഴിഞ്ഞ ദിവസമാണ് ഇവിടേക്ക് തിരിച്ചെത്തിയത്. ആ സംഘത്തിൽ തന്നെയുള്ള ശ്രീനന്ദയുടെ മറ്റൊരു ബന്ധു കൂടി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീനന്ദയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഈ വിവരം കിട്ടിയപ്പോഴാണ് ഞങ്ങളത് വിശ്വസിക്കാൻ പറ്റില്ല. ആ ഭാഗത്ത് കുട്ടിയുടെ ബോഡി കാണാൻ യാതൊരു സാധ്യതയില്ല. ഞങ്ങൾ കുട്ടിയുടെ ഫോട്ടോ വിഷ്വൽസിൽ കാണുന്ന സമയവും ഞങ്ങൾ അന്വേഷിക്കാൻ സമയമായിട്ടുന്ന സമയത്ത് ഞങ്ങൾ ഈ കുട്ടിയുടെ രക്ഷാകർത്താവ് അച്ഛനടക്കം ആ ഭാഗത്ത് ഉണ്ടായിരുന്നതാണ്. ഒരു ടീം വരുമ്പോൾ വേറൊരു ഭാഗത്ത് എന്താ വെച്ചാൽ അവിടെ സംരക്ഷണം വിറ്റൊന്നുമില്ല, നല്ല വിഷലുള്ള ഭാഗമാണ്, അതായത് താഴ്ചയാണ്. അപ്പം ഞങ്ങൾ ആദ്യം വ്യൂ പോയിൻ്റിൽ നിന്ന് അങ്ങനെ മാണിക്കധാരയ്ക്കാണ് പോയത്. പിന്നെ ഞങ്ങൾ വണ്ടിയിലൊക്കെ വന്ന് മറ്റുള്ളവർ വരാൻ സമയം ഉണ്ടായപ്പോൾ അതിലൊന്ന് പോയി എന്നാണ്. അപ്പോൾ ഈ നമ്മൾ പിന്നീട് ഈ കുട്ടിയെ കാണാനില്ലാതായി എന്ന് പറയുന്ന സമയം നമ്മൾ പലരും ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ, ആ ഫോട്ടോത്തെ സമയമൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ സമയത്ത് ആ കുട്ടി ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. അതിന് യാതൊരു തർക്കമില്ലാത്ത വിഷയമാണത്. ഈ അപകടം ഇപ്പം ഞങ്ങൾക്ക് ആ ബോഡി കിട്ടിയ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തു നിന്നാണെങ്കിൽ അത് പിന്നീട് ആ കുട്ടിയെ അവിടെ അപകടപ്പെടുത്തിയതാണ്. ഭയപ്പെടുത്തിയെന്നാണ് സംശയമില്ല ആ കാര്യത്തിൽ. ആ സ്ഥലത്തേക്ക് ആ സമയത്ത് ആ കുട്ടി അവിടെ ഞങ്ങൾ ഈ പറയുന്ന സമയത്തൊക്കെ ഞങ്ങളുടേതായ ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പേട്ടെന്ന് പറയുന്ന അവരുടെ ഭാര്യ ഉണ്ടായിരുന്നു, അതിനുശേഷം ഞാനുണ്ട്. അതിനുശേഷം ഈ രമേശ് ഈ കുട്ടിയുടെ അച്ഛനും മറ്റേ 5 പേരായിട്ടുണ്ട്. അപ്പോൾ അവർ ഐസ്ക്രീം കഴിച്ചും കൊണ്ട് തന്നെയാണ് അമ്മ അന്വേഷിക്കുന്നത് കാണുമ്പോൾ നന്ദു എന്ന് വിളിച്ചിട്ട് വരുന്നത്. അപ്പോൾ ഈ കുട്ടിയെ കാണാതായ സമയത്ത് ഞങ്ങളുടെ ആയ ഒരാളല്ലെങ്കിൽ വേറൊരാൾ ടീം 2-3 ആൾക്കാരായിട്ട് ആ ഭാഗത്ത് ഇത് കാണാൻ നമ്മളിത് അന്വേഷിക്കേണ്ട ഭാഗമല്ല, നമ്മൾ ഈ പിന്നീട് സമയങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ കുട്ടിയെ കാണാതായ മുതൽക്കും അന്വേഷിക്കുന്ന സമയത്തും ഈ ഭാഗത്ത് നമ്മുടേതായ ആൾക്കാരുണ്ട്. അല്ല, ഞങ്ങൾ വിനോദസംഘത്തിൽ പോയ ആൾക്കാർ അവിടെ കാണാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു കുട്ടി വീടുമ്പോഴോ അച്ഛൊരു നമ്മളാരും ശ്രദ്ധപ്പെടാതെ സാധിക്കില്ലല്ലോ. ആ കുട്ടി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഞാനും മാപ്പേട്ടെന്ന് പറയുന്നതും അവൻ്റെ ഭാര്യയും കൂടിയാണ് ആ ഭാഗത്തേക്ക് പോയത്. അതിന് മുമ്പ് ഒരു ടീം ഇങ്ങോട്ട് കയറി വന്നത്, എന്നാൽ ആർക്കെന്ന് അത്രയും ഓർമ്മയില്ല. അതേ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടാണ് ഇവരവിടെ ജീപ്പിലിരുന്നാലും വിശ്രമിച്ചായിരുന്നു. വരാൻ തയ്യാറായിട്ട് ഞങ്ങൾ ഈ വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അടുത്തുകൂടെ ഒന്നല്ല ഇല്ലില്ല. ഞങ്ങൾ അവിടെ നിന്ന് കയറി വരുമ്പോൾ പിന്നെ അവരവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ 2 വഴിയുണ്ട്. ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഇങ്ങോട്ടൊരു വഴിയുണ്ട്, അവിടുന്ന് ഇങ്ങോട്ടൊരു വഴിയുണ്ട്. അപ്പോൾ അതിൽ കൂടെ പോകാനായിരിക്കും സാധ്യത. അല്ലാതെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടുന്ന് ഞാൻ പിന്നെ കുട്ടികളെ കണ്ടു. അതിന് ശേഷം ഞങ്ങൾ വണ്ടി പോയിരുന്നു. പിന്നെ ഈ കുട്ടി അങ്ങോട്ട് വരാനുള്ള സാധ്യതയില്ല, അത്ര ടൈമില്ല.